ഹലോ ഗൈസ്, സൈലന്റ് എഫ്.സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് സീസൺ തുടങ്ങാൻ പോവുകയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഴ്സണൽ എഫ്.സിയുടെ സീസൺ പ്രിവ്യൂ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. കഴിഞ്ഞ 2 സീസണിലും ആഴ്സണൽ മിക്കേൽ ആർട്ടറ്റയുടെ കീഴിൽ വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പക്ഷേ പെപ് ഗാർഡിയോളയുടെ സിറ്റിയുടെ കീഴിൽ സെക്കൻഡായിട്ട് ഫിനിഷ് ചെയ്യാനായിരുന്നു 2 വട്ടവും വിധി. ഇപ്പോൾ ആദ്യത്തെ സീസണിൽ നോക്കുകയാണെങ്കിൽ 5 പോയിന്റിൻ്റെ വ്യത്യാസമാണ് ഈ 2 ടീം തമ്മിൽ ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ സീസണിലേക്ക് വന്നപ്പോൾ അത് വെറും 2 പോയിന്റായിട്ട് ചുരുക്കാൻ ആർട്ടറ്റയുടെ ആഴ്സണലിന് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ അവസാനത്തെ മാച്ച് ഡേ വരെ കളിയുടെ ഒരു സസ്പെൻസ് കൊണ്ടുപോകാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞു. പക്ഷേ വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി 4ാമത്തെ വട്ടവും അടുപ്പിച്ച് പ്രീമിയർ ലീഗ് കിരീടം ഉയർത്തുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ സീസണിലേക്ക് വരുമ്പോൾ ആഴ്സണൽ ലൈനപ്പിൽ വലിയ പൊളിച്ചെഴുത്തൊന്നുമില്ല. സോ നമുക്ക് ആദ്യം ആ ലൈനപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. മിക്കേൽ ആർട്ടറ്റയ്ക്ക് കീഴിൽ ആഴ്സണൽ കളിക്കുന്ന ഒരു 4-3-3 ഫോർമേഷനിലാണ്. ഇൻവേർട്ടഡ് ഫുൾ ബാക്സിനെ യൂസ് ചെയ്ത് ഈ 4-3-3 എന്നുള്ള ഫോർമേഷൻ 3-5-2 ഫോർമേഷനിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നതും നമ്മൾ കാണാറുണ്ട്. സോ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പിങ്ങിൽ സ്പാനിഷുകാരനായ ഡേവിഡ് റായ തന്നെയായിരിക്കും. കഴിഞ്ഞ തവണത്തെ ഗോൾഡൻ ഗ്ലൗ വിന്നറാണ് ഡേവിഡ് റായ. സോ ആ സ്പോട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നത് തന്നെയാണ്. ഇനി സെൻട്രൽ ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ ഗബ്രിയലിൻ്റെയും സാലിബയുടെയും കൂട്ടുകെട്ട് തന്നെയായിരിക്കും ആഴ്സണൽ ഇത്തവണയും ആശ്രയിക്കുന്നത്. റൈറ്റ് ഫുൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ ബെൻ വൈറ്റ് ആണ് പ്രൈമറി ചോയ്സ്. സെക്കൻഡറി ചോയ്സ് ആയിട്ട് ടോമിയാസും ഉണ്ട് ടീമിൽ. ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലബ് ഇത്തവണ ഒരു സൈനിങ് നടത്തിയിട്ടുണ്ട്. ഇറ്റാലിയൻ ഫുൾ ബാക്കായ 22 വയസ്സ് മാത്രം പ്രായമുള്ള റിക്കാർഡോ കാലഫിയോറിയാണ് ആ താരം. ഇപ്പോൾ ആ പൊസിഷൻ കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ വീക്ക് സ്പോട്ടായി കൺസിഡർ ചെയ്തൊരു പൊസിഷനാണ് ലെഫ്റ്റ് ബാക്ക് ആഴ്സണൽ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം. സോ ഇത്തവണ ആ പൊസിഷനിലേക്ക് കളിക്കാൻ ഇപ്പോൾ ഓൾറെഡി 3 ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ട്. കാലഫിയോറിയുടെ പുറമെ ഓൾറെഡി ആ പൊസിഷനിൽ കളിക്കുന്ന സിഞ്ചക്കും ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ സൈനിങ് ആയ ജൂലിയൻ ടിംബറും ഉണ്ട്. ജൂലിയൻ ടിംബർ കഴിഞ്ഞ സീസണിലെ ഒരു ബിഗ് സൈനിങ് ആയിരുന്നു. പക്ഷേ ക്ലബിലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഇഞ്ചേർഡ് ആവുകയും സീസൺ മൊത്തം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. സോ ഈ സീസണിലും ഒരു പുതിയ സൈനിങ് ആയിട്ട് തന്നെ അദ്ദേഹത്തെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി പ്രീ സീസൺ നോക്കുകയാണെങ്കിൽ സിഞ്ചക്കുമാണ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ തകർത്ത് കളിച്ചത്. പ്രീ സീസണിലെ താരമായിരുന്നു അദ്ദേഹം. നല്ല രീതിക്ക് തന്നെ അറ്റാക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഡിഫെൻസീവ് ഡ്യൂട്ടീസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അത്രയ്ക്കും അങ്ങോട്ട് ശോഭിക്കാൻ കഴിയുന്നില്ല. 1-on-1 സിറ്റുവേഷൻസിലും സ്പീഡ് മാച്ചപ്പിലൊക്കെ അദ്ദേഹം പിന്നിലാവുന്ന കാഴ്ചയാണ് കാണുന്നത്. സോ ജൂലിയൻ ടിംബറിനാണ് സാധ്യത കൂടുതൽ. കാലഫിയോറി ഫസ്റ്റ് ഫേസിലില്ലെങ്കിലും പിന്നീട് ക്ലബിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റഡ് ആവാനാണ് ചാൻസ് ആസ് ഹിസ് എ ന്യൂ കമ്മർ. ആൻഡ് കാലഫിയോറി ലെഫ്റ്റ് സൈഡ് പ്ലെയർ ആണെങ്കിൽ കൂടി സെൻട്രൽ ബാക്ക് പൊസിഷനിലും കളിക്കാൻ വളരെ ആപ്റ്റായിട്ടൊരു പ്ലെയറാണ്. സോ ഒരു സെക്കൻഡ് ചോയ്സ് CB ആയിട്ടും അദ്ദേഹത്തെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ക്ലബ് ക്യാപ്റ്റൻ മാർട്ടിൻ ഓഡഗാർഡ് ഒരു ഫിക്സ്ഡ് സ്പോട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തോമസ് പാർട്ടിയും ഡെക്ലാൻ റൈസും ഉണ്ട്. പിന്നെ ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ജോർജീനിയും റെഡി ആയിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ പ്രീ സീസണിൽ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് തോമസ് പാർട്ടി നമ്പർ 6 പൊസിഷനിലേക്ക്, അതായത് ഡിഫെൻസീവ് ഡ്യൂട്ടീസ് കീപ്പപ്പ് ചെയ്യുന്ന CMFൻ്റെ റോളിലേക്കാണ് കളിച്ചത്. ഡെക്ലാൻ റൈസ് ആകട്ടെ കുറച്ചും കൂടി ഫ്രീഡം യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന റോളിലായിരുന്നു. ഇപ്പോൾ ക്ലബ്ബ് മിഡ്ഫീൽഡിലേക്ക് മിക്കൽ മെറീനോ, റിയൽ സോസിഡാഡിൻ്റെ താരത്തെ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ശക്തമായ റൂമേഴ്സും ഉണ്ട്. സോ മിക്കൽ മെറീനോ വന്നു കഴിയുമ്പോൾ ഡൈനാമിക്സ് എങ്ങനെയാണ് മാറുന്നതെന്ന് അറിയില്ല. മോസ്റ്റ് പ്രോബബിളി തോമസ് പാർട്ടി ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം മേ ബി മിക്കൽ മെറീനോയ്ക്ക് വേണ്ടി ബെഞ്ചിലേക്ക് സ്ഥലം മാറ്റേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. സോ ഇനി അറ്റാക്കിംഗ് ഫ്രണ്ട് 3 നോക്കുകയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന ബുക്കായോ സാക്ക ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അത്രയ്ക്കും കോമ്പറ്റീഷൻ വേറെ ആരും ഇപ്പോൾ ക്ലബിൽ കൊടുക്കുന്നില്ല. സോ ഇനി ലെഫ്റ്റ് വിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ ട്രൊസാർഡ് ഉണ്ട്, മാർട്ടിനെല്ലി ഉണ്ട്. പ്രീ സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസിൻ്റെ ബേസിസിൽ മേ ബി മാർട്ടിനെല്ലി ആയിരിക്കണം ഇനീഷ്യൽ ഫേസിൽ സ്റ്റാർട്ടറായിട്ട് തുടങ്ങുക. ഇനി സെൻട്രൽ അറ്റാക്കിംഗ് ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ജർമ്മൻ പ്ലെയറായ കായ് ഹാവേർട്സിനാണ് പ്രയോറിറ്റി കൂടുതൽ കാണുന്നത്. കാരണം പ്രീ സീസണിലൊക്കെ കായ് ഹാവേർട്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത് സെൻട്രൽ അറ്റാക്കിംഗ് പൊസിഷൻ. തൊട്ട് താഴെ തന്നെ ഗബ്രിയേൽ ജീസസ് വെയിറ്റിംഗ് ആണ്. 2 കൊല്ലം മുമ്പ് സിറ്റിയിൽ നിന്ന് വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മേലുള്ള എക്സ്പെക്റ്റേഷനൊത്തൊരു പെർഫോമൻസ് ഇതുവരെ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ നേരെ തിരിച്ച് കായ് ഹാവേർട്സിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ സീസൺ ഒരു ഇത്തിരി തണുപ്പൻ മട്ടിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇവഞ്ച്വലി അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് സീസണോടനീളം ക്ലബിന് വേണ്ടി കാഴ്ചവെച്ചു. സോ ഐ തിങ്ക് കായ് ഹാവേർട്സ് തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് സെൻട്രൽ ഫോർവേഡ്. ഇനി പറയാനുള്ളത് ക്ലബിന് ഇനി സൈൻ ചെയ്യേണ്ട പ്ലെയേഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ബുക്കായോ സാക്കോ, റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന ബുക്കായോ സാക്കയ്ക്ക് ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് ക്ലബിൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഫാബിയോ വിയറയും റീസ് നെൽസനും എല്ലാം ടീമിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അവരാരും ആ പൊസിഷനിൽ അത്രയ്ക്കാണ്ട് ശോഭിച്ചിട്ടില്ല.
സോ ഇഫ് കായ സാക്കയ്ക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചറിയോ അല്ലെങ്കിൽ കുറേ മത്സരങ്ങളിൽ എന്തെങ്കിലും സസ്പെൻഷൻ എന്തെങ്കിലും കാരണം കൊണ്ട് മിസ് ചെയ്താൽ ക്ലബ്ബ് ചിലപ്പോൾ സ്ട്രഗിളിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ റീസ് നെൽസൻ്റെയും എഡി എൻകെറ്റിയും എന്നപോലുള്ള പ്ലേയേഴ്സിൻ്റെ എല്ലാം സെയിൽ ഇപ്പോഴും എഴുതി തള്ളപ്പെട്ടിട്ടില്ല. മേ ബി വിൻഡോ അവസാനിക്കുന്നതിന് മുമ്പ് അവരൊക്കെ കൂടുമാറി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഐ തിങ്ക് ക്ലബ്ബ് ഒരു അറ്റാക്കിംഗ് ഓപ്ഷൻ സൈൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി അതൊരു അറ്റാക്കിംഗ് വിങ്ങർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഒരു അറ്റാക്കിംഗ് വിങ്ങർ ഹു ക്യാൻ ഓൾസോ പ്ലേ ആസ് എ സെൻട്രൽ ഫോർവേഡ്, അതായിരിക്കും ബെസ്റ്റ് ചോയ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ക്ലബിനൊരു സ്പെഷ്യലിസ്റ്റ് സ്ട്രൈക്കർ ഇപ്പോൾ ടീമിലില്ല. ഇപ്പോൾ കായ് ഹാവേർട്സ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല ആ ഒരു പൊസിഷനിൽ. സോ ഈ ഒരു അറ്റാക്കിംഗ് ഓപ്ഷനിലേക്ക് ഈ ക്ലബ്ബ് ആരെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ളത് ട്രാൻസ്ഫർ വിൻഡോ കഴിയുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പറയാനുള്ളത് ക്ലബിൻ്റെ ഒരു പോസിറ്റീവ് മാർക്കാണ് പറയാനുള്ളത്. സെറ്റ് പീസസ് കഴിഞ്ഞ സീസണിൻ്റെ പകുതിയോടെ തന്നെ ഫാൻസിൻ്റെ ഇടയിൽ സെറ്റ് പീസ് FC എന്നൊരു ചെല്ലപ്പേര് ആഴ്സണലിന് വീണിരുന്നു. ആൻഡ് ദേ വർ റൈറ്റ് അബൌട്ട് ദാറ്റ് ടു. കാരണം സെറ്റ് പീസ് കോച്ചായ നിക്കോളസ് ജാവിയറിന് കീഴിൽ വളരെ നല്ല പെർഫോമൻസ് ആണ് സെറ്റ് പീസസിൽ ആഴ്സണൽ കഴിഞ്ഞ സീസൺ മൊത്തം കാഴ്ചവെച്ചത്. കഴിഞ്ഞ സീസൺ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോൾ നേടിയ ടീമായിരുന്നു ആഴ്സണൽ. അതിപ്പോൾ ഈ പ്രീ സീസൺ നോക്കിയാലും കളിച്ച എമിറേറ്റ്സ് കപ്പിൻ്റെ ഫൈനലിൽ നേടിയ 2 ഗോളും കോർണർ ഗോൾസ് ആയിരുന്നു. സോ ഈ സീസണിലും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ട്രൈറ്റ് തന്നെയാണ് ടീമിൽ നിന്ന്. ഇപ്പോൾ ടീമിലെ പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ തന്നെ 6'4" ആണ് കായ് ഹാവേർട്സ്, 6'3" ആണ് വില്യം സാലിബ, 6'2" ആണ് ഗബ്രിയേൽ. ഇനിയിപ്പോൾ പുതിയതായിട്ട് വന്ന റിക്കാർഡോ കലഫിയോറി ആണെങ്കിലും 6'2" ആണ്. ബെൻ വൈറ്റ് 6'1" ഉണ്ട്. അതേപോലെ ഒരുപാട് ടോൾ പ്ലേയേഴ്സ് നമുക്കിപ്പോൾ ടീമിലുണ്ട്. ഇനിയിപ്പോൾ മിക്കൽ മെറീനോ വരാണെങ്കിൽ അദ്ദേഹം 6 ഫുട്ടിന് മേലെ തന്നെയാണ്. സോ ഇപ്പോൾ ഒരു ഒപ്പോസിഷൻ ആഴ്സണലിന് ഒരു കോർണറൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ ഡിഫൻഡേഴ്സ് നോക്കുമ്പോൾ ഇത്രയും പ്ലേയേഴ്സിൻ്റെ മുമ്പിൽ ടെക്നിക്കൽ എബിലിറ്റി കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം സെറ്റ് പീസ് ഡിഫൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഹൈറ്റ് വളരെ ഒരു പ്ലസ് ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ കഴിഞ്ഞ തവണത്തെ പോലെ ഈ സീസണിലും ആഴ്സണൽ മേ ബി സെറ്റ് പീസിൽ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊരു ടീമിൻ്റെ സ്ട്രോങ് ട്രൈറ്റ് തന്നെയാണ്. മിക്കേൽ ആർട്ടറ്റയുടെ കീഴിൽ വളരെ ഡോമിനേറ്റിംഗ് ഫുട്ബോളാണ് ആഴ്സണൽ കളിച്ചു വരുന്നത്. മിഡ്ഫീൽഡ് സുപ്രീമസിയും പിന്നെ കണ്ടിന്യൂസ് അറ്റാക്കിങ് എല്ലാം ഉള്ള ടീമിൻ്റെ ഡിഫെൻസീവ് സ്ട്രക്ചറും വളരെ റിജിഡാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ടീമിൻ്റെ ഡിഫെൻസീവ് പെർഫോമൻസ് അത്രയും മികച്ചിട്ടതായിരുന്നു. വലിയ ടീംസിൻ്റെ ഒപ്പം അടിപതരാതെ നിൽക്കുന്ന ടീമിന് കഴിഞ്ഞ സീസണിൽ മിഡ് ടേബിൾ ടീംസിനോട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിൻറ്റ്സ് ലൂസ് ചെയ്യേണ്ടി വന്നതാണ്. സെക്കൻഡ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് ആഴ്സണലിന്. സോ ഈ സീസണിലേക്ക് പോകുമ്പോഴും ടീമിന് വലിയ പൊളിച്ചെഴുത്തലുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സെയിം കൈൻഡ് ഓഫ് പെർഫോമൻസ് തന്നെയാണ് ടീമിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു ടൈറ്റിൽ ചലഞ്ചിങ് റോൾ തന്നെയാണ് ആഴ്സണലിനുള്ളത്. പ്രീമിയർ ലീഗ് ടൈറ്റിൽ വിക്ടറിക്ക് താഴെ എവിടെ അവസാനിച്ചാലും അതൊരു ഫെയിലിയർ ആയിട്ട് തന്നെ ഈ സീസണിൽ ആഴ്സണൽ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ഫൈനലി ആർട്ടറ്റയുടെ പ്ലാൻസ് ആൻഡ് ടാറ്റിക്സ് പെപ് ഗാർഡിയോളയുടെ സിറ്റിയെ വീഴ്ത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി അതല്ല പെപ് ഗാർഡിയോളയുടെ പ്രീമിയർ ലീഗ് റെയിൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതും കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ആഴ്സണൽ ഈ സീസൺ ഏത് പൊസിഷനിലേക്ക് ഫിനിഷ് ചെയ്യുക എന്നുള്ള നിങ്ങളുടെ വാല്യുബിൾ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തണേ. നിങ്ങൾക്ക് ഈ ആഴ്സണലിൻ്റെ പ്രീവിയസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അത് ചാനലിന് നല്ലൊരു സപ്പോർട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രട്ടേണിറ്റീസ്, ഫുട്ബോൾ ഗ്രൂപ്പ്സ്, ഫ്രണ്ട്സായിട്ട് എല്ലാം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ചാനലിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്ററായിട്ട് റീച്ച് ചെയ്യാൻ കഴിയും. Finally, thank you for watching this video and have a nice day.